മകരസംക്രമ സന്ധ്യയിൽ ദർശനപുണ്യമേകിയ മകരവിളക്ക് ദർശിച്ച് ആയിരങ്ങൾ മലയിറങ്ങി. കൂപ്പുകൈകളുമായി ശരണം വിളികളോടെ നിന്ന ഭക്തജനങ്ങൾക്ക് മുന്നിൽ മകരജ്യോതി ദൃശ്യമായി. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം അണിയിച്ച് ദീപാരാധന നടന്ന അതേ മുഹൂർത്തത്തിലായിരുന്നു ദർശനം. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ വരവേറ്റു. 18-ാം പടി വഴി സന്നിധാനത്തെത്തിയ ഘോഷയാത്ര കൊടിമര ചുവട്ടിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാർ, എം.എൽ.എമാരായ കെ.യു. ജനീഷ് കുമാർ, പ്രമോദ് നാരായൺ, ജില്ലാ കളക്ടർ എസ്. പ്രേംകൃഷ്ണൻ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടന്നു. ഭക്തർക്കായി തിരുവാഭരണം അണിഞ്ഞുള്ള ദർശനവും ആരംഭിച്ചു. ജനുവരി 17-ന് രാത്രി വരെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാം. ജനുവരി 18-ന് രാവിലെ 10 വരെ നെയ്യഭിഷേകം ഉണ്ടാകും. ജനുവരി 19 രാത്രി വരെ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 20-ന് രാവിലെ 6:30-ന് നടയടയ്ക്കും. ജനുവരി 15 മുതൽ 18 വരെ വെർച്വൽ ക്യൂ വഴി 50,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും പ്രവേശിപ്പിക്കും. 19-ന് വെർച്വൽ ക്യൂ വഴി 30,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും കടത്തിവിടും. ന്യൂസ് ബ്യൂറോ, എരുമേലി.